TV mini movie premiere. Ria and the fight with Elfando in the school. Silence! Silence അല്ല violence. ഓ ഞാനിതെന്ത് ചെയ്യും? ലീഡർ ആയത് വലിയൊരു കഷ്ടമായല്ലോ. ഞാൻ മാജിക് കളിച്ചല്ലോ. നോക്കൂ. എന്താ മാജിക്കോ? എന്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? റെഡി 1 2 3 സ്റ്റാർട്ട്. നോക്കൂ, ബോട്ടിൽ പാതി അടിയിൽ പോയി. എന്താ മണ്ട, അത് മാജിക് അല്ല. ഈ ബോട്ടിൽ ഇങ്ങനെ തന്നെയാണ്. അയ്യോ നോക്കി. പിന്നെ ബാക്കിലായി ബോട്ടിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടതാണ്. ഫോട്ടോന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. ഇനി പതുക്കെ ഇങ്ങനെ വരച്ചി എടുത്തിട്ട് വന്നു. എടാ മണ്ട, എനിക്ക് മനസ്സിലായി. വേറെ എന്തിനാടാ മത്സരിപ്പിക്കണത്? ഞാൻ ശബ്ദം കുറയ്ക്കാൻ വേണ്ടി ചെയ്ത് പണിയാടാ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആരും പറഞ്ഞിട്ട് ചെയ്യണ്ടേ? പറഞ്ഞിട്ട് ചെയ്ത പിന്നെല്ല പുറത്താവില്ലേ, പിന്നെ ചെയ്തിട്ട് എന്ത് കാര്യം? സൈലൻസ്! എല്ലാവരുമായിട്ടേക്കും. എന്താ നീക്കി വേഗോ ടോയ്ലറ്റ്. ഓ പൊയ്ക്കോ, ഞാൻ അപ്പളി ചോദിക്കണ പറഞ്ഞേ. എന്റെ അടുത്ത് നേരെ പറയണ്ടേ. 1 minute later. നമ്മുടെ മിസ് ലീവാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ എന്താണ് ഷൗട്ട് ചെയ്യണ്ട? ഒന്ന് പതുക്കെ എന്താ ജീപ്പ് ഇപ്പൊ ക്ലാസ്സിൽ ഷൗട്ട് ചെയ്യാൻ പോകുകയല്ലേ? എലിഫാന്റോ ഉണ്ട്. ആരാണത്? ജീപ്പ്. ജീപ്പ്, നീ എന്റെ അടുത്ത് അത്ര എതിർത്ത് സംസാരിക്കാൻ ധൈര്യം ഓടാ. എന്താ ജീപ്പ് സംഭവിച്ചത്? അത് പിന്നെ ചോദിക്ക്, ഇപ്പൊ തരുന്നുണ്ട്. ആരാണ് നീ? എല്ലാവരും ഇവിടേക്കൊന്ന് നോക്കൂ. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് പതുക്കെ വരുന്നു. ഇവന് ആന്റിയോ ക്ലാസ്സിലൂടെ ആന്റി അടുത്തോ അടി കൂടിയിട്ട് എന്റെ മേലെ വന്ന് വീണു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് നോക്കി തടക്കി പറഞ്ഞ പൂവിന് ദേഷ്യം വന്നിട്ട് എന്താ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ചെയ്യണം. ഒരു ഡയലോഗ് പറഞ്ഞത് ഞാൻ. എന്നിട്ട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ ആർക്കും ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. ഞാൻ എതിർത്തൊന്നുമില്ല. ഞാൻ എന്തിനങ്ങനെ ചെയ്തെന്നല്ലേ പറഞ്ഞു. അപ്പൊ നീ ഉത്തരവല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. അതൊക്കെ അന്ന് ഇങ്ങനെ ദേഷ്യത്തിൽ നിന്ന് പറയണത്. ഞാൻ ഒരു ദേഷ്യം കാണിച്ചിട്ടില്ലല്ലോ നിന്റെ മേലെ. എന്താണ് ഓക്കെ പറഞ്ഞേ? ബാക്കിലേക്ക് നോക്ക്. അയ്യോ പ്രേതം പ്രേതം പ്രേതം. അയ്യോ ഈ ക്ലാസ്സിൽ പ്രേതം. ഞാൻ ബുക്കാണേ. ധാരാ, എന്റെ പേരാണ് ഡക്കു. ഓ ഞാൻ മറന്നേ പോയി. എന്റെ ബുക്ക് അവിടെ അതായിരിക്കണം. എലിഫന്റിനെ വേഗം പുറത്താക്ക്. അറ്റൻഡൻസ് എടുത്തായിട്ടൊന്ന് വിളിക്ക്. ജീപ്പ് അറ്റൻഡൻസ് കഴിഞ്ഞിട്ട് വാലൊന്ന് പൂട്ടിയിട്. ഓക്കെ. ജെറ്റ് പ്രസന്റ്. ഓറഞ്ച് റോബോ കാർ പ്രസന്റ്. ജീപ്പ് പ്രസന്റ്. പിന്നെ ഡാൻസിങ് കാക്ടസ് എല്ലോ റോബോ കാറും പ്രസന്റ്. ടുട്ടുവും ഡോഗ്നൈനും പ്രസന്റ്. JCB ഡോണേഴ്സ് പ്രസന്റ്. പിന്നെ ആരാണ് ലാസ്റ്റത്തെ? ഡീറൂം യൂണിയും പ്രസന്റ്. ഇട്ടില്ലല്ലോ, ഒരു മിനിറ്റ്. അതെന്തായിരിക്കും കാരണം? റോൾ നമ്പർ കൊടുക്കുമ്പോഴല്ലേ റിയ പോയത് കോമ്പറ്റീഷന്. അതാണ് ആൻ്റെ അടുത്ത് പറഞ്ഞല്ലോ റിയക്ക് ഇത്ര റോൾ നമ്പർ ആണെന്ന്. അതെൻ്റെ അടുത്താണ്. ഡോഗ്നൈൻ കഴിഞ്ഞിട്ടാ റിയ എന്ന് പറഞ്ഞ്. എൻ്റെ ഇടയിൽ ഇപ്പോൾ എഴുതി വയ്ക്കാം. റിയ ജി പറഞ്ഞ ജോലി ചെയ്. എലിഫന്റ് എല്ലാവരും പിടിക്ക്. കുഞ്ഞു വേണ്ടോ? ഞാൻ തന്നെ വിളിച്ച് വെറുതെ അങ്ങനെ ഹെൽപ്പ് ചെയ്. ഹെൽപ്പ് ചെയ്യാലോ. എന്നെ പിടി. തന്നെ എലിഫന്റിനെ പിടിച്ച് കൊടുക്ക. റെഡി എന്റെ അമ്മ പോലെ എനിക്ക് തന്നിട്ടില്ല. നീ എന്ത് ചെയ്യും? റിയ നീ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? സൂപ്പർ. ഇന്ന് മിസ് ലീവല്ലേ? പിന്നെ കൊറേ മിസ്സൊക്കെ മീറ്റിങ്ങിന് പോയിക്കില്ലേ ഈ ബ്ലോക്കത്തെ. പ്രിൻസിപ്പൽ മാം അസംബ്ലിയിലല്ലേ? എന്റെയാ? എന്റെ അമ്മ എപ്പോ നോക്കിയാലും തല്ലിക്കൊടുക്കട്ടോ. എന്തെങ്കിലും ആനയിലോ എതിർത്ത് സംസാരിച്ച നിന്റെ അമ്മയുടെ ഫോൺ നമ്പർ പോലെ അറിയില്ലായിരിക്കും. അറിയാലോ. 921
1 2 എന്താ 3 നമ്പറാ 4 4 നിക്ക് 4 4 3 8 8 2 2. 2 2 താങ്ക് യു ഞാൻ നിന്നെ അവനെ വിളിക്കും അയ്യോ അയ്യോ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ് പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ. എനിക്കൊക്കെ അറിയാം നിന്റെ കയ്യിൽ എവിടെ നിന്ന് ഫോണ്. നിന്റെ കയ്യിൽ ഫോണില്ലല്ലോ. ഞാൻ പ്രിൻസിപ്പളിന് ഞാൻ ഫോൺ എടുത്തിട്ട് വന്ന് അടിക്കുമല്ലോ. പ്രിൻസിപ്പളിന്റെ ഓഫീസിലത്തെ ഫോണാ. അതെ അയ്യോ വേണ്ടേ. അതെ മതി എനിക്കുള്ളൂ പോടാ. അവന്റെ അടുത്ത് പറയണ്ട ഞാൻ താങ്ക് യു റിയ അവനങ്ങനെ പോയി. ഞാനവനെ പേടിപ്പിച്ച് ഓടിച്ചതാണ്. ഇങ്ങനെ ആയ നമ്മുടെ ഒരു ഫോൺ നമ്പർ ഉണ്ട് എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവനെ വിളിക്കാലോ അങ്ങനെ അമ്മനെ. അപ്പൊ വിളിച്ചിട്ട് അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവൻ കരഞ്ഞിട്ട് ഓടും. 9 9 2 2 1 1 2 2 4 4 4 4 3 3 8 8 2 2 2. 2. ഞാൻ എന്റെ ഡയറിയിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഡയറിയിലുണ്ട്.